ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ആദില ആൻഡ് നൂറ രണ്ട് പവർഫുൾ കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസിലെ. അപ്പോൾ ഇവരെ എങ്ങനെയാണ് ലൈഫിൽ പരിചയപ്പെടാനുണ്ടായിരുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? സത്യം പറഞ്ഞാൽ അവർ ബിഗ് ബോസിൽ പോകുന്ന സമയത്തും അതിന് മുന്നേ ഒക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇത്രയും ദിവസം നിൽക്കും എന്നുള്ള ധാരണയൊന്നും അവർക്ക് പോലും ഇല്ല, എനിക്കില്ല. പോയി നോക്ക്, ഒരാഴ്ചയൊക്കെ നിന്നിട്ട് പോരെ, എത്രയും പെട്ടെന്ന് തിരിച്ചു വന്നോ എന്ന് പറഞ്ഞാണ് വിട്ടത്. പക്ഷെ ഞാൻ പിന്നെ അത് അങ്ങനെ ഫുൾ ടൈം വാച്ച് ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷെ ഇങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ എന്താ നടക്കണേന്ന് അറിയാനും ഒക്കെ വേണ്ടിയിട്ട്. നമുക്ക് സമയം ഒരു പരിമിതി ഉള്ളതുകൊണ്ട് പിന്നെ വോട്ട് ചെയ്യാനും നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നടത്തും. അപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഈ ഒരു സംഗതി ഇത് എങ്ങനെ പരിചയപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ നമ്മൾ പരിചയപ്പെടുന്നത്. അത് ആ ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടായിരുന്നു അന്നത്തെ ആ ഒരു കാലം. അവർ ആ ഒരു ഇഷ്യൂ ഫേസ് ചെയ്തിരുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് കാണുമ്പോൾ അവർക്ക് എന്താണ് അവരുടെ കാര്യം എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അപ്പോൾ അവർ ഓൾറെഡി ഒരു വേറൊരു ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു റെഫ്യൂജ് കണ്ടെത്തിയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള ഒരു ഇത് കൊടുക്കുന്നു. അങ്ങനെയാണ് അവരുമായിട്ട് കണക്ട് ചെയ്യുന്നതും കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയുകയും പിന്നെ ബാക്കിയൊക്കെ പിന്നെ അവരുടെ എന്താണോ നീഡ്സ് അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു. പിന്നെ ഇതിലൊരു സന്തോഷം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഏതൊരു കാര്യത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ ഒരു ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു സാധനം പറയുമൊന്നുമല്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, അതൊരു മാനിപ്പുലേഷനാണ്, അതൊരു ടോക്സിക് ആയിട്ടുള്ളൊരു സാധനമാണെന്നാണ് ഞാനും പറയുക. അപ്പോൾ ഇവിടെ നമ്മളെ സന്തോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സപ്പോർട്ട് അവർ സ്വീകരിച്ച് എന്നും ആ സപ്പോർട്ട് കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകാമെന്നല്ല അവർ ഒരിക്കലും കരുതിയിരുന്നത്. അത് എത്രയും പെട്ടെന്ന് ആ സപ്പോർട്ട് കട്ട് ചെയ്തിട്ട് സ്വന്തം കാലിൽ എങ്ങനെ നിൽക്കാം എന്നതിൽ വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടുള്ള വളരെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള രണ്ടുപേരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് തന്നെ ജോലി കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ടാവുന്ന ചെയ്യുന്നു. അവർ പിന്നെ ആ സമയത്തിന് ശേഷം എനിക്ക് തോന്നുന്നു വിതിൻ മന്ത്സ് അവർ സെറ്റിൽ ആവുന്നൊരു അവസ്ഥയിലേക്ക് വരികയാണ്. മീൻസ് ആ ഒരു ഫൈനാൻഷ്യൽ നീഡ്സ് ആയാലും അവർ മറ്റുള്ള കാര്യങ്ങൾ പിന്നെ അവർ സ്വന്തം ജോലിയിലേക്ക് കയറുകയാണ്. പിന്നെ നമ്മൾ ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞ് പിന്നെ ആ ഭാഗത്തേക്ക് പോകേണ്ടി വന്നിട്ട് പോലുമില്ല.